ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഷീൻ ഹോളാണ് കേട്ടോ. ഞാൻ മുന്നേ ഒരു ഷീൻ ഹോൾ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് നമ്മൾ ക്ലോത്തിങ്ങിൻ്റെ ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് നമ്മളുടെ തമ്മിൽ കണ്ട പോലെ തന്നെ നമ്മൾ ബാഗ്സിൻ്റെ ഒരു ഹോളാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു 2-3 ബാഗ്സ് ഉണ്ട്. ഇതിലെ എല്ലാ ബാഗുകളും എൻ്റെ അല്ല കേട്ടോ, എൻ്റെ കുക്കുടുവിൻ്റെയാണ്. ഞങ്ങളുടെ പിന്നെ എൻ്റെ നിൻ്റെ ഒന്നുമില്ല, ഒക്കെ ഞങ്ങളുടെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ മേടിച്ചിട്ട് എനിക്ക് കുറച്ചും കൂടെ ക്വാളിറ്റി ഉള്ളത്, അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഷീനിൽ നിന്ന് മേടിക്കുമ്പോഴത്തേക്കും എനിക്ക് അങ്ങനെ ഭയങ്കര പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ, നല്ല ക്വാളിറ്റി ആണോ എന്ന് അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ മേടിച്ചിട്ട് എനിക്ക് കുറച്ചും കൂടെ ഡ്യൂറബിലിറ്റി ഉണ്ട്, ക്വാളിറ്റി ഉണ്ട്, അല്ലെങ്കിൽ നല്ലതാണ് എന്ന് തോന്നിയിട്ടുള്ള കുറച്ച് പ്രോഡക്ട്സ് ആണ് കേട്ടോ. പ്രോഡക്ട്സ് എന്നല്ല, കുറച്ച് ബാഗ്സ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം വീഡിയോ കണ്ടാലോ. നമ്മുടെ ഫസ്റ്റ് ബാഗ് എന്ന് പറയുന്നത് ഈ ഒരു ചോക്ലേറ്റ് ബ്രൗൺ ഷെയ്ഡിലുള്ള ഈ ഒരു ബാഗാണ് കേട്ടോ. ഇപ്പം നമ്മുടെ ഓഫീസിലേക്കും കോളേജിലേക്കും ഒക്കെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ബാഗാണ് കേട്ടോ. ഇത് ഞാൻ മെയിൻലി ഓഫീസിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇനി ഓഫീസിലേക്കൊന്നും പോകണ്ട. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഓഫീസിലേക്ക് പോകുന്ന ലുക്കിൽ ഈ ബാഗ് ഇട്ട് വേറെ എവിടേക്കെങ്കിലൊക്കെ പോകാട്ടോ. അപ്പോൾ ഇതിന് ഇങ്ങനെ ഒരു സിബ്ബർ ഉണ്ട്, ഓപ്പണിംഗ് ഉണ്ട് ഇങ്ങനെ വന്നിട്ട്. ഇതിൻ്റെ ഉള്ളിലും ഒരു ഓപ്പണിംഗ് ഉണ്ട് കേട്ടോ, ചെറുതായിട്ട്. അത് നിങ്ങൾക്ക് എത്ര കണ്ടും കാണാൻ പറ്റുമെന്നറിയില്ല. ഇതിൻ്റെ ഉള്ളിൽ ഒരു ഓപ്പണിംഗ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഒറ്റ കമ്പാർട്ട്മെൻ്റ് ആയിട്ടാണ് കേട്ടോ ഇത് വരുന്നത്. നല്ലൊരു ലെതർ കൈൻഡ് ഓഫ് മെറ്റീരിയൽ ആണ്, എന്തായാലും പ്യുവർ ലെതർ ആയിരിക്കില്ല. അപ്പോൾ നമ്മൾ ഇത്രയും റേറ്റ് അല്ലേ ഉള്ളൂ. ഇപ്പോൾ ഇത് എല്ലാവരും വന്നിട്ട് ഒരു 20-25 ദിറംസിൻ്റെ അടുത്ത് അത്രയും വരുന്ന ബാഗ്സ് ആണ് കേട്ടോ. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഷെയ്ഡ് അടിപൊളി ഷെയ്ഡാണ് കേട്ടോ. നമുക്ക് ഏത് ഒരു ഡ്രസ്സിൻ്റെ ഒപ്പം ആയാലും കോംപ്ലിമെൻറ്റ് ചെയ്യുന്ന ടൈപ്പ് ഒരു കളറാണ് കേട്ടോ. നല്ലൊരു കളറാണ്, നല്ലൊരു ചോക്ലേറ്റ് ബ്രൗൺ ഷെയ്ഡാണ്. ഇത് ഇടാനും ഒക്കെ നല്ല കംഫർട്ടബിൾ ആണ് കേട്ടോ. ഡ്രസ്സ് ഇടുന്ന പോലെ അങ്ങനെയില്ല ഞാൻ ഉദ്ദേശിച്ചത്. നമുക്ക് അങ്ങനെ ഇവിടെ പെയിനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല, നല്ലതാണ് കേട്ടോ. പിന്നെ നമ്മൾ ഇടുന്ന സാധനങ്ങളുടെ വെയിറ്റ് ഒക്കെ അനുസരിച്ചിട്ടിരിക്കും. നല്ല ക്വാളിറ്റി ആണ് കേട്ടോ. ഇത് നമ്മൾ കാണുമ്പോഴത്തേക്കും എനിക്ക് അറിയില്ല ഫോട്ടോയിലും വീഡിയോയിലും എത്ര കണ്ടും ഇതിൻ്റെ ഭംഗി അറിയാൻ പറ്റുന്നുള്ളത്. പക്ഷെ നമ്മൾ നേരിട്ട് കാണുമ്പോഴത്തേക്കും ഒരു പ്രീമിയം ക്വാളിറ്റി ഉള്ള ഒരു ബാഗിൻ്റെ പോലെയൊക്കെ നമുക്ക് തോന്നും കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. നല്ലതാണ്. ഇത് നമുക്ക് ഓഫീസിലേക്കും ഒക്കെ പോകുമ്പോഴത്തേക്കിനും കുറച്ചും കൂടെ എന്താ പറയുക, ഒരു പ്രൊഫഷണൽ ലുക്ക് അങ്ങനെയൊക്കെ തരാൻ വേണ്ടിയിട്ട് ഉള്ള, അങ്ങനെ എന്താ പറയുക, ഒരു ഫോർമൽ ലുക്ക്, പ്രൊഫഷണൽ ലുക്ക് അല്ല ഫോർമൽ ലുക്ക്, അതൊക്കെ തരാൻ പറ്റുന്ന ഒരു ബാഗാണ് കേട്ടോ. നല്ലൊരു ബാഗാണ്. അത്യാവശ്യം നല്ല എന്താ പറയുക, സ്പേഷ്യസും ആണ്. അത്യാവശ്യം നല്ല സാധനങ്ങളൊക്കെ കൊള്ളും. നമ്മൾ അത്യാവശ്യം വെയിറ്റ് ഉള്ള സാധനങ്ങൾ ഇട്ടാലും നല്ല ക്വാളിറ്റി ഒക്കെ ഉണ്ട് കേട്ടോ. ഞാൻ കുറച്ച് അധികം നാളായി ഇത് മേടിച്ചിട്ട് യൂസ് ചെയ്യുന്നു. നല്ലതാ, ഇതുവരേക്കും അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. നല്ലൊരു ബാഗാണ് കേട്ടോ. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഇതൊരു ബിസ്ക്കറ്റ് ഷെയ്ഡാണോ, ബിസ്ക്കറ്റിൻ്റെ ഒക്കെ ഒരു കളർ പോലെ. ഈ കളറിൻ്റെ പേര് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ. കളറിൻ്റെ പേര് അറിയുന്നവർ കമൻറ്റ് ബിലോ. അങ്ങനത്തെ ഒരു ബിസ്ക്കറ്റിൻ്റെ ഒക്കെ പോലത്തെ ഒരു കളർ വരുന്ന ഒരു ബാഗാണ് കേട്ടോ. നിങ്ങൾക്ക് കാണാനുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇങ്ങനെയാണ് വരുന്നത്. ഇത് കുറച്ചും കൂടെ എന്താ പറയുക, ഒരു ലൈറ്റ് ഷെയ്ഡാണ്. അപ്പോൾ നമ്മൾ കറ പറ്റാതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അതുപോലെ തന്നെ ഞാനിത് മേടിച്ചപ്പോഴത്തേക്കിനും കുറച്ചും കൂടെ വലുപ്പം പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ ഇത് ഇച്ചിരി കൂടെ ചെറുതാണ് കേട്ടോ. നമ്മൾ ഓഫീസിലൊക്കെ പോകുമ്പോഴത്തേക്കിനും ഇതിനെക്കാട്ടിലും ഈ ഒരു സൈസ് ആണെന്നുണ്ടെങ്കിലാണ് എനിക്ക് കുറച്ചും കൂടെ പെർഫെക്റ്റ് സൈസായിട്ട് തോന്നിയിട്ടുള്ളത്. ഇത് മേടിച്ചപ്പോഴത്തേക്കിനും ഒരു ഇത്തിരി ചെറുതായി പോയിട്ടോ. അത് മാത്രം ഇതിൻ്റെ ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. ഏകദേശം ഒരു ലെതർ കൈൻഡ് ഓഫ് മെറ്റീരിയൽ തന്നെയാണ് ഇതിൻ്റെ വരുന്നത്. ഞാൻ പറഞ്ഞു പ്രോപ്പർ ലെതർ ആയിരിക്കില്ല കേട്ടോ. അങ്ങനത്തെ ഫിനിഷ് ഉള്ള ഒരു മെറ്റീരിയലാണ് കേട്ടോ വരുന്നത്. പിന്നെ ഇതുമ്മ ചെറുതായിട്ട് ഇങ്ങനെ ഒരു സെൽഫ് വർക്ക് പോലെയൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളുടെ ഒറ്റ കമ്പാർട്ട്മെന്റ് തന്നെയാണ് വരുന്നത്. സിബ്ബറാണ് കേട്ടോ ഇവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ അകത്ത് കുറച്ച് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്. പിന്നെ ഇതിൽ വേറെ അറകളൊന്നുമില്ല, ആകെ ഈ ഒരു അറ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ ചില ആളുകൾക്ക്, ഇപ്പോൾ എൻ്റെ അമ്മയ്ക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ സിബുള്ള ബാഗ്സ് ആണ് കൂടുതൽ ഇഷ്ടം. അതല്ല ചില ബാഗ്സിനുണ്ടായിരിക്കും സിബ് ഉണ്ടാവില്ല. അങ്ങനത്തെ ബാഗ്സ് എന്തെങ്കിലും ഉണ്ട്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതെന്ന് പറയുന്നത് കുറച്ചും കൂടെ സിബൊക്കെ ഉണ്ട്. എന്താ പറയുക, നല്ല മെറ്റീരിയലാണ്, നല്ല ഷെയ്ഡാണ്. നമുക്ക് എല്ലാത്തിൻ്റെ ഒപ്പം പെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ബാഗാണ് കേട്ടോ. ബാഗ്സിനൊക്കെ കുറിച്ചിട്ട് കൂടുതൽ എന്താ റിവ്യൂ പറയാം, നമുക്ക് അതിൻ്റെ റേറ്റ് പറയാം, അതിൻ്റെ ക്വാളിറ്റി പറയാം, പിന്നെ എന്താ പറയുക എനിക്കറിയില്ല കേട്ടോ. ഞാൻ പക്ഷേ എനിക്കിത് ഇഷ്ടമായതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നാ കേട്ടോ. പിന്നെ അത്യാവശ്യം നല്ല പ്രോഡക്ട്സും ആണ്. അപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ മേടിച്ച് നോക്കിക്കോളൂ കേട്ടോ, നല്ലതാണ്. ഒരു ബാഗ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഒരു വൈറ്റ് ഷെയ്ഡ്, വൈറ്റ് ഒരു കറക്റ്റ് പക്ക ഒരു വൈറ്റ് അല്ല, ഇത് ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡ് എന്ന് പറയാം. ഇതൊരു വെൽവെറ്റി കൈൻഡ് ഓഫ് ഫിനിഷ് ആണ് കേട്ടോ ഇതിൻ്റെ എന്ന് പറയുന്നത്. ഇതിന് ഇവിടെയും ഒരു കങ്കാരു പോക്കറ്റ് പോലത്തെ ഒരു സംഭവം ഉണ്ട് കേട്ടോ. ഇവിടെ കുഞ്ഞൊരു എന്താ പറയുക, ഒരു കള്ളിയുണ്ട്. നമ്മൾ കുഞ്ഞുനാളിലൊക്കെ അങ്ങനെയല്ലേ പറയുക, ബാഗിൻ്റെ കള്ളി. ഇപ്പോഴൊക്കെയല്ലേ നമ്മൾ കുറച്ചും കൂടെ ഇമ്പ്രൂവ് ആയത്. ഓക്കെ, പിന്നെ ഇവിടെ ഒരു കമ്പാർട്ട്മെൻ്റ് ഉണ്ട്. ഇതിന് ഇങ്ങനെ ഒരു പ്രസ് ബട്ടനാണ് കേട്ടോ ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്കിങ്ങനെ ഒരു ബട്ടൺ ഇട്ട് വയ്ക്കാം. മാഗ്നറ്റിക് ആണ് കേട്ടോ ഈ ബട്ടൺ എന്ന് പറയുന്നത്. ഇതിന് സിബ്ബറൊന്നുമില്ല. അപ്പോൾ നമ്മൾക്ക് സിബ്ബുള്ള ബാഗ്സ് ആണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ മുൻപ് കാണിച്ച ഏതെങ്കിലും ഓപ്ഷൻ നിങ്ങൾ കൂടുതൽ പ്രിഫർ ചെയ്യുന്നതായിരിക്കും നല്ലത്. അതല്ല നിങ്ങൾക്ക് ഇങ്ങനെ ബട്ടൺ ആണെങ്കിലും കുഴപ്പമില്ല, ഇതിൽ കംഫർട്ടബിൾ ആണ് എന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ മേടിക്കാം കേട്ടോ. ഇത് നമ്മൾ മെസ്സി ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സാധനം
സാധനങ്ങളൊക്കെ ഇതിൽ അങ്ങനെ ഇങ്ങനെയും ബാഗ് മര്യാദയ്ക്ക് യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിലത്ത് വീണ് പോകാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അപ്പം മെസ്സി ആളുകൾക്ക് നിങ്ങൾ സിബ്ബറുള്ള ഇത് തന്നെ നോക്കിയാൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ മേടിക്കാവുന്നതാണ് കേട്ടോ. ഇത് കുഴപ്പമില്ല, നല്ല ഫിനിഷൊക്കെയാണ്. പിന്നെ അഴുക്കാവാതെ സൂക്ഷിക്കണമെന്ന് മാത്രമേ ഉള്ളൂ, വൈറ്റ് ആയതുകൊണ്ട് തന്നെ. പിന്നെ നമുക്ക് അത്യാവശ്യം നല്ല ഡ്രസ്സുകളുടെ ഒക്കെ ഒപ്പം, അതായത് നമ്മളുടെ കാഷ്വൽ വെയർ ആണ് നമ്മൾ ഇടുന്നത് എന്നുണ്ടെങ്കിൽ പോലും നമുക്ക് പെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ് കേട്ടോ. നല്ല ബാഗാ, നല്ല ഒരെണ്ണമാണ് കേട്ടോ. അടുത്തൊരു ബാഗ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. നിങ്ങൾ എൻ്റെ വാട്ട്സ് ഇൻ മൈ ബാഗ് കണ്ടിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഈ ബാഗ് നിങ്ങൾക്ക് പരിചയം ഉണ്ടായിരിക്കും. ഇത് എൻ്റെ ഫേവറേറ്റ്, എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ബാഗ് ആട്ടോ. ഇതിൽ അങ്ങനെ പറയാൻ മാത്രം ഇതിന് അത്ര ക്വാളിറ്റീസോ അല്ലെങ്കിൽ എന്താ പറയുക അത്രയും കാണാനോ അത്ര ഭംഗിയുണ്ടോ അങ്ങനെയൊന്നും നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ. പക്ഷേ സ്റ്റിൽ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ബാഗ് ആട്ടോ. ഇതിൻ്റെ മെറ്റീരിയൽ നമ്മളിപ്പോൾ കണ്ട മെറ്റീരിയൽസിനെക്കാട്ടിലും കുറച്ച് ഡിഫറെൻ്റ് ആണ്. ഇതൊരു ക്ലോത്ത് കൊണ്ട് ഉണ്ടാക്കിയ ഒരു ബാഗ് പോലെയാണ് കേട്ടോ. പക്ഷേ ഇതിൻ്റെ എന്താ പറയുക ഒരു പ്ലാസ്റ്റിക് കവറിങ് ഉള്ള പോലെ നമുക്ക് തോന്നും. വെള്ളമൊന്നും വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ നനയുന്ന പോലത്തെ ഒരു മെറ്റീരിയൽ അല്ല കേട്ടോ. ഇതിൻ്റെ ഉള്ളിലും വേറൊരു തുണി കൊണ്ടാണ് അവർ വെച്ചിട്ടുള്ളത്. രണ്ടൊരു കമ്പാർട്ട്മെന്റ്സ്, കുഞ്ഞു കമ്പാർട്ട്മെന്റ്സ് ഉണ്ട് നമുക്ക് എന്തെങ്കിലും പോക്കറ്റ്സിലൊക്കെ ഇടാൻ പറ്റുന്ന പോലത്തെ സാധനങ്ങൾ ഇടാൻ വേണ്ടിയിട്ട്. പിന്നെ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാഗ് ആട്ടോ. നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ വേണമെന്നുണ്ടെങ്കിലും ഇതിൽ കുത്തി നിറച്ച് കൊണ്ടുപോകട്ടോ. നല്ല സ്പേഷ്യസ് ആണ്. അത്യാവശ്യം സാധനങ്ങൾ ഹോൾഡ് ചെയ്യും. തുണിയുടെ പോലത്തെ മെറ്റീരിയൽ ആണെന്ന് വിചാരിച്ചിട്ട് അത്യാവശ്യം കനമുള്ള സാധനങ്ങളും ഞാൻ ഇതിൽ ഇട്ടിട്ട് പോയിട്ടുണ്ട് കേട്ടോ. ഞാൻ എൻ്റെ ലാപ്ടോപ്പ് വരെ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. പക്ഷെ ഇതുവരെയൊക്കെ ഒരു പ്രശ്നം പറ്റിയിട്ടില്ല. പിന്നെ നമ്മൾക്ക് ലാപ്ടോപ്പൊക്കെ നല്ല സൂക്ഷിക്കുന്ന ബാഗിൽ മാത്രം നമ്മൾ ഇടാൻ പാടുള്ളൂ കേട്ടോ. ഞാൻ ഇടുന്നത് കണ്ടിട്ട് നിങ്ങൾ ഇടേണ്ട കാര്യമില്ല. ഞാൻ ഇവിടെ അടുത്താണല്ലോ എൻ്റെ ഓഫീസ്, അപ്പോൾ എനിക്ക് നടന്നു പോകാനുള്ള ദൂരം ഉള്ളതുകൊണ്ട് ഞാൻ എളുപ്പത്തിന് ഇട്ടു എന്നുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ നല്ലൊരു ബാഗാ ഇതിന് എന്താ പറയുക ജസ്റ്റ് ബ്ലാക്കിൽ കുറച്ചൊരു ഫ്ലോറൽ പ്രിന്റ്സ് മാത്രമേ വരുന്നുള്ളൂ. ഞാൻ ഇത് ആദ്യം കണ്ടപ്പോഴത്തേക്കിന് ഇത് എംബ്രോയിഡറി ആണെന്ന് കേട്ടോ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ബ്ലാക്കിൽ അങ്ങനെ എംബ്രോയിഡറി ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ഭംഗി ഉണ്ടായാൻ കേട്ടോ. പക്ഷെ സ്റ്റിൽ ഇത് നല്ല രസമാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഇതും നമുക്ക് എല്ലാ ഡ്രസ്സിൻ്റെ ഒപ്പം നമുക്ക് പെയർ ചെയ്യാവുന്നതാണ് കേട്ടോ. കാഷ്വൽ ഡ്രസ്സ് ആണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ബ്ലാക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഏത് കളർ കോമ്പിനേഷൻ്റെ കൂടി നമുക്ക് മാച്ച് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു ബാഗ് ആട്ടോ. നല്ലതാ. നെക്സ്റ്റ് വൺ കുറച്ചും കൂടെ നമ്മൾ ഇതുവരെ കണ്ടതിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ബാഗാണ് കേട്ടോ. ഇതാണ് സംഭവം. ഡിഫറെൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ എന്താ പറയുക കാണാനായിട്ട് ഡിഫറെൻ്റ് എന്നല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. ഇത് കുറച്ചും കൂടെ ക്യൂട്ടായിട്ടുള്ള അല്ലെങ്കിൽ ആ രീതിക്ക് നമ്മൾ പെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ബാഗാട്ടോ. അപ്പോൾ നമ്മൾ ക്യൂട്ടായിട്ടുള്ളൊരു നിക്കറും അതുപോലെ തന്നെ ഒരു ടീഷർട്ടൊക്കെ ഇട്ടിട്ട് ഈ ഒരു ക്യൂട്ട് ബാഗ് പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രസമുണ്ടാവും. ഒരു സ്നീക്കേഴ്സൊക്കെ ഇടാം, അപ്പോൾ ഭംഗി ഉണ്ടാവും കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ജസ്റ്റ് ഔട്ടിങ്ങിന് പോകുമ്പോൾ അല്ലെങ്കിൽ ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് സാധനങ്ങൾ മാത്രം വെക്കാൻ വേണ്ടി നമുക്കൊരു കുഞ്ഞു വാട്ടർ ബോട്ടിലോ ഒരു കൊടയോ അങ്ങനെയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് മാത്രം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബാഗാണ് കേട്ടോ. ഓക്കെ, ബാഗ് എന്നൊക്കെ ഓക്കെ മനസ്സിലായില്ലോ അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഒരു ഫിനിഷ് എന്ന് പറയുന്നത് ഒരു വെൽവെറ്റി കൈൻഡ് ഓഫ് ഫിനിഷാണ് വരുന്നത്. ഞാനിങ്ങനെ പറയുമ്പോൾ പലപ്പോഴും വാക്കുകളൊക്കെ തെറ്റിപ്പോവാറുണ്ട് കേട്ടോ. നിങ്ങൾ വിചാരിക്കും എൻ്റെ അടുത്ത് പലരും ഞാൻ വീഡിയോ കണ്ടിട്ട് എൻ്റെ അടുത്ത് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു നീ ശ്വാസം വിടാണ്ട് എങ്ങനെയാണ് സംസാരിക്കണേ, നീ എങ്ങനെ നിർത്താണ്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കണം. എൻ്റെ അടുത്ത് ഓഫീസിലും ചോദിക്കാറുണ്ട് അഭിരാമി വിശ്വാസം വിട്ട് സംസാരിക്കുക അങ്ങനെയൊക്കെ. ഞാൻ പറയുമ്പോഴത്തേക്കിനും പലവട്ടം നിങ്ങൾ എൻ്റെ ക്യാമറ മെനുവിനോട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ പലവട്ടം തെറ്റാറുണ്ട് കേട്ടോ. തെറ്റി ലാസ്റ്റ് ഞാൻ ഈ പണി ചെയ്യണേ ഇല്ല അങ്ങനെ വെച്ച് ഇട്ടെറിഞ്ഞു പോകാറൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇപ്പോൾ ഒരു തെറ്റ് വന്ന കാരണം ഞാൻ പറഞ്ഞതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ബാഗ് എന്നുള്ളത് മനസ്സിലായല്ലോ. അപ്പോൾ ഇതൊരു കോഫി ബ്രൗൺ കളറിലുള്ള ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു ബാഗ് ആട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ പുറത്തൊക്കെ ജസ്റ്റ് പോകുമ്പോഴത്തേക്കിനും ഇടാനായിട്ട് എനിക്ക് ബാക്ക് ബാഗ്സിനേക്കാളും കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിട്ടുള്ളത് ഇപ്പോൾ ഈ ബാഗ്സ് ആണ് കേട്ടോ. ഞാൻ ബാഗ്സ് ഒരിടയ്ക്ക് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരാളായിരുന്നു. പെട്ടെന്ന് ഞാൻ ഇതിലേക്ക് സ്വിച്ച് ചെയ്തപ്പോഴത്തേക്കിനും അത് നമ്മളുടെ സ്റ്റൈലിനെ കുറച്ചും കൂടെ എന്താ പറയുക കുറച്ചും കൂടെ സ്റ്റൈലിഷ് ആക്കുന്ന പോലെ കുറച്ചും കൂടെ ഫാഷനബിൾ ആക്കുന്ന പോലെ എനിക്ക് തോന്നി കേട്ടോ. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ക്യൂട്ട് ബാഗ്സ് ഒക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇത് മേടിച്ച് നോക്കാവുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ബാഗ് എന്ന് പറയുന്നത് ഈ ഒരു ബ്ലാക്ക് ടോട്ട് ബാഗാണ് കേട്ടോ. ഇതങ്ങനെ പ്രത്യേകിച്ച് കാണാൻ വേണ്ടിയിട്ടൊന്നുമില്ല, എൻ്റെ ഡ്രസ്സിന് മാച്ച് ആയിട്ടുള്ള ഒരു ബാഗാണ് കേട്ടോ. ഓക്കെ, ഇപ്പോൾ ഇതിൽ ഒരു ചെറിയ വൈറ്റ് ഫ്ലവറിൻ്റെ ഒരു പ്രിന്റ് കൊടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് അങ്ങനെയൊന്നുമില്ല, നമ്മളുടെ സഞ്ചിയൊക്കെ പോലെ നാട്ടിൽ നമ്മുടെ സഞ്ചി കുറച്ച് സ്റ്റൈലിഷായി എങ്ങനെ ഇരിക്കും അതുപോലെ ഉണ്ട് കേട്ടോ. വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇതും നമുക്ക് ഈ ഒരു ബാഗ് പോലെ നമുക്ക് പെട്ടെന്ന് എങ്ങോട്ടെങ്കിലും പുറത്തേക്കൊക്കെ പോകുമ്പോഴത്തേക്കിനും കൊണ്ടുപോകാമെന്ന് മാത്രം കേട്ടോ. ഇത് ബ്ലാക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ ഡ്രസ്സിൻ്റെ ഒപ്പം ഇത് കോംപ്ലിമെൻറ്റ് ചെയ്യുന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ജസ്റ്റ് പുറത്തേക്കൊക്കെ പോവുകയാണ്, നമുക്കൊരു വാട്ടർ ബോട്ടിലോ അല്ലെങ്കിൽ കൊടയൊക്കെ നമുക്ക് ക്യാരി ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റൈലിഷ് ആയിട്ട് ഇട്ടിട്ട് പോകാൻ പറ്റുന്ന കുറച്ചും കൂടെ ക്യൂട്ടായിട്ടുള്ള നമ്മളുടെ സഞ്ചി സ്റ്റൈലിലുള്ള ഒരു ബാഗാണ്. അപ്പോൾ ഇങ്ങനത്തെ ബാഗ്സ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മേടിച്ച് നോക്കാവുന്നതാണ് കേട്ടോ. അപ്പം ഞാൻ ഈ കാണിച്ച എല്ലാ ബാഗ്സ് എന്ന് പറയുന്നത് കുറച്ചും കൂടെ അഫോർഡബിൾ ആയിട്ട് കുറച്ചും കൂടെ ക്വാളിറ്റി ഉള്ള ബാഗ്സ് ആണ് കേട്ടോ. അതായത് ഞാൻ മേടിച്ച് യൂസ് ചെയ്ത് പിന്നെയും മേടിച്ച് യൂസ് ചെയ്ത് അങ്ങനെ എന്താ പറയുക കുറച്ച് നാളുകളായിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നിട്ടും ഡ്യൂറബിലിറ്റി ഉണ്ട്, ക്വാളിറ്റി ഉണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുള്ള ബാഗ്സ് ആണ് കേട്ടോ ഇതെന്ന് പറയുന്നത്. ഒന്നും അങ്ങനെ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ളതല്ല. ഞാൻ കുറച്ച് കാണിച്ചില്ലായിരുന്നു ലെതർ കൈൻഡ് ഓഫ് മെറ്റീരിയൽ ആണെന്ന് പറയുന്നത്. അതുകൾ മാത്രമാണ് കേട്ടോ കുറച്ചെങ്കിലും എക്സ്പെൻസ് ഉള്ളത്. അതും എന്നാലും 25 ആ ഒരു റേഞ്ചിലാണ് കേട്ടോ വരുന്നത്, 25 ദിർഹംസ്. അപ്പോൾ ബാക്കിയെല്ലാം അതിനെക്കാട്ടിലും ഭയങ്കര ലോ പ്രൈസിലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ക്യാഷ്വലായിട്ടൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതൊക്കെ പോരെ. അപ്പോൾ അത്രയൊക്കെയുള്ളൂ നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേതെങ്കിലും ബാഗ്സ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബാഗ്സ് ഒക്കെ മേടിച്ച് ഇങ്ങനെ യൂസ് ചെയ്യാനായിട്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മേടിച്ച് യൂസ് ചെയ്ത് നോക്കുക. എന്നിട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളതൊന്ന് പറഞ്ഞോളൂ കേട്ടോ. അപ്പോൾ അത്രയൊക്കെയുള്ളൂ നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.